സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി മുഹമ്മദ് ഇർഫാനെ അന്വേഷണ സംഘം കൊച്ചിയിലെത്തിച്ചു. ഇന്ന് തെളിവെടുപ്പ് നടത്തും. 20-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് മുഹമ്മദ് ഇർഫാൻ. ബീഹാറിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന വ്യാജ ബോർഡ് പതിച്ച കാറിലാണ് പ്രതി സഞ്ചരിച്ചിരുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ നൽകും വാർത്തയുടെ വിവരങ്ങൾ. ബിനിൽ, ഒരുപക്ഷെ സിനിമയെ പോലും വെല്ലുന്ന തരത്തിലുള്ള വിശേഷണങ്ങളാണ് ഈ പ്രതിയെ സംബന്ധിച്ചുള്ള, ഈ മോഷ്ടാവിനെ സംബന്ധിച്ചോളം പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണ് പോലീസിന് ഇദ്ദേഹത്തെ വലയിലാക്കാൻ കഴിഞ്ഞത്? ഇനി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ ഈ പ്രതിയുടെ പശ്ചാത്തലം, എന്തൊക്കെ പ്രധാനപ്പെട്ട മോഷണ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്, എന്താണ് വിവരങ്ങൾ? പ്രതീഷ്, സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച മുഴുവൻ ആഭരണങ്ങളും വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ നടപടികൾ പൂർത്തീകരിച്ച് ആഭരണങ്ങൾ ജോഷിക്ക് തന്നെ കൈമാറുകയും ചെയ്യും. രാവിലെ 7:00 ഉടുപ്പിയിലെ കോട്ടയിൽ നിന്ന് മുഹമ്മദ് ഇർഫാനെ പോലീസ് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. റോബിൻ ഹുഡിന്റെ സംവിധായകനെ തേടി ബീഹാറിന്റെ റോബിൻ ഹുഡ് എത്തി. അത് എങ്ങനെയാണ് എത്തിയത്, എന്തുകൊണ്ട് ഈ പനമ്പള്ളി നഗറിലേക്ക് എത്തി, ഈ വീട് എങ്ങനെ കണ്ടെത്തി, ഈ വീട്ടിൽ തന്നെ കയറാനുള്ള കാരണമെന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി പുറത്തേക്ക് വരാനുണ്ട്. അതെല്ലാം തന്നെ വിശദമായ ചോദ്യം ചെയ്യലിലായിരിക്കും പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുക. രാവിലെ 10:00 കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വിടുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ മോഷണത്തിന് വേണ്ടി ഇയാൾക്ക് കാര്യമായ ഒരു പണിയെടുക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ജോഷിയുടെ വീടിന്റെ അടുക്കള ഭാഗത്തെ ജനലിൽ ഇയാൾക്ക് സുഖമായി അകത്തേക്ക് കയറാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ താഴത്തെ നിലയിലെ ബെഡ്റൂമിൽ നിന്നാണ് ഈ 1 കോടിയോളം രൂപ വിലമതിക്കുന്ന വജ്ര സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ കവർന്നുകൊണ്ട് പോവുകയും ചെയ്തത്. ഇയാളുടെ ഒരു രീതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്യാഡംബര വീടുകൾ സെലക്ട് ചെയ്താണ് ഈ മുഹമ്മദ് ഇർഫാൻ ഈ മോഷണങ്ങൾ നടത്തുന്നത്. മോഷണ മുതലുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്നാണ് ഇയാളെ ബീഹാറിന്റെ റോബിൻ ഹുഡ് എന്ന വിളിപ്പേര് തന്നെ കിട്ടിയത്. കാരണം ഇയാൾ സീതാമഢി എന്ന ജില്ലക്കാരനാണ്. അവിടെ ഇയാളുടെ ഗ്രാമത്തിൽ ഇയാൾ ഈ മോഷണ മുതലുകളൊക്കെ വിറ്റ് കിട്ടുന്ന പണം പ്രാദേശികമായി ആ നാട്ടുകാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ്. കാരണം വളരെ തീരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിരവധി റോഡുകൾ ഇയാൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്, സാമ്പത്തികമായി പലരെയും സഹായിച്ചിട്ടുണ്ട്, വിവാഹത്തിനുള്ള സഹായങ്ങളൊക്കെ നൽകും. അങ്ങനെ ആ പ്രദേശത്ത് ഇയാൾ ഒരു വലിയ താരമൂല്യമുള്ള ഒരു കള്ളനായി മാറുന്നു എന്നതാണ്. പലർക്കും ഇയാൾ കള്ളനാണെന്ന് പോലും അറിയില്ല. ഇയാൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ഇയാളുടെ ഭാര്യയെ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീതാമഢി ജില്ലാ പഞ്ചായത്തിലേക്ക് ഇയാൾ മത്സരിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സീതാമഢി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ചിട്ടുള്ള കാറിലാണ് ഇയാൾ കറങ്ങി നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള രജിസ്ട്രേഷനുള്ള കാറാണ്. ആ കാറ് തന്നെയാണ് ഇയാൾക്ക് കൊച്ചിയിലെത്തിയപ്പോൾ ഒരു വിനയായി മാറിയത്. നമ്മൾ ആ കാറ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കും. അതിൻ്റെ മുന്നിൽ ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ്. ആ ബോർഡുമായി നമ്മുടെ കേരളത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ആരും ഒരു സംശയിച്ച ആ കാറിനുള്ളിലേക്ക് തന്നെ നോക്കും. ഇവിടെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇയാൾ ആ വീടിനുള്ളിലേക്ക് കയറുന്നത്. പക്ഷേ അതല്ല, പിന്നീട് ഈ കാറിൻ്റെ ദൃശ്യങ്ങൾ മറ്റൊരിടത്ത് നിന്ന് പോലീസിന് കിട്ടിയതാണ് ഇതിലൊരു തുമ്പായി മാറിയത്. അത് വെച്ചിട്ടാണ് പോലീസ് പിന്നീടുള്ള ഓപ്പറേഷനൊക്കെ തന്നെ മുതലല്ല എന്ന് മനസ്സിലാകുമ്പോൾ എന്തൊക്കെയാണ് പോലീസിന്റെ മറ്റ് അനുമാനങ്ങൾ? കാരണം നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജോഷിയുടെ വീട്, റോബിൻ ഹുഡിന്റെ സംവിധായകന്റെ വീട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിന്നീട് ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണോ ഈ കൃത്യങ്ങൾ നടത്തിയത്? അയാളുടെ ഗ്രാമവുമായി ബന്ധപ്പെട്ടും നാട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇയാളുടെ പശ്ചാത്തലം, മറ്റ് സഹായികൾ ആരെങ്കിലും ഉള്ളതായിട്ട് വല്ല സംശയമുണ്ടോ? പ്രതീക്ഷ, ഈ മുഹമ്മദ് ഇർഫാന്റെ രീതികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇയാളെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ മാധ്യമങ്ങളിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇയാൾ മോഷണം നടത്താത്ത നഗരങ്ങൾ ഇന്ത്യ രാജ്യത്തില്ല എന്ന് തന്നെ പറയാം. കാരണം ഡൽഹിയിലുണ്ട്, UP-യിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, മുംബൈയിലുണ്ട്, പൂനെയിലുണ്ട്, അങ്ങനെ എല്ലായിടത്തും കേസുകളുള്ള ഒരു വലിയ കള്ളനാണ് ഇയാൾ. പല സ്ഥലത്തും ചില സഹായികളെയൊക്കെ കൂട്ടാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം മോഷണങ്ങളും ഇയാൾ ഒറ്റയ്ക്ക് നടത്തുന്ന ശീലമാണുള്ളത്. കൊച്ചിയിലേക്കും വന്നത് ഒറ്റയ്ക്കാണ് എന്നതാണ്
എന്നാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായിരിക്കുന്നത്. ഇവിടെ ഇയാളുടെ ഒരു രീതി നമ്മൾ നോക്കുമ്പോൾ ഇയാൾ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇയാളുടെ പല മോഷണങ്ങളും ഇയാൾ നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ വലിയ വൈദഗ്ധ്യമുള്ള ഒരു കള്ളനാണ് ഈ മുഹമ്മദ് ഇർഫാൻ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയ രീതിയിൽ പോലീസ് പരിശോധനകളൊക്കെ നടക്കും. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ എല്ലാ വാഹനങ്ങളും ജില്ലാ അതിർത്തികളിൽ പരിശോധിച്ചാണ് വിടുന്നത്. അങ്ങനെ പരിശോധിച്ചൊക്കെ വിടുന്ന ഒരു സമയത്താണ് ഇത്രയധികം, അതായത് 1 കോടിയോളം രൂപയുടെ മൂല്യമുള്ള ആഭരണങ്ങളും പണവും ഒക്കെ ആയിട്ട് ഇയാൾ പ്രത്യേകിച്ച് ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു ആഡംബര കാറിൽ ഒരു ബോർഡൊക്കെ വെച്ച് പോയിട്ട് നമ്മുടെ ആരും ശ്രദ്ധിച്ചില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ ഇലക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട ഈ സർവൈലൻസ് ടീമിന് വലിയ ക്യാമറകളൊക്കെ വെച്ചിട്ടുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാം. ഒരുപാട് വാഹനങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ഇവിടെ നിന്ന് കാസർഗോഡ് അതിർത്തിയും കടന്നു പോകുമ്പോൾ എത്ര ഇത്തരത്തിലുള്ള പരിശോധനക്കാരെ കടന്നാണ് പോയത് എന്നതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇയാളെ വണ്ടി പിടിച്ചാൽ ആ ഘട്ടത്തിൽ തന്നെ ഈ കള്ളി വെളിച്ചത്താകുകയും ഇയാളെ കേരളം കടന്നു പോകാതെ പിടിക്കാനും കഴിയുമായിരുന്നു. പക്ഷേ കർണാടകയിലെ ഉടുപ്പിയിലെ കോട്ട വരെ ഈ മുഹമ്മദ് ഇർഫാന് സുഗമമായി പോകാൻ കഴിഞ്ഞു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ശരി, ബിനിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വിചിത്ര സ്വഭാവമുള്ള ഒരു കള്ളനെയാണ് കേരളം കണ്ടത്. അടുത്തെങ്ങും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു മോഷണവും അദ്ദേഹം നടത്തുകയും ചെയ്തു. ഇനി അല്പസമയത്തിനകം പോലീസ് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. ഇർഫാന്റെ ചരിത്രവും മറ്റ് രീതികളും മോഷണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് തന്നെ അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിലൂടെ